ഹലോ, ദിസ് ഈസ് മോൺ കിറ്റി. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. ഷോപ്പിംഗ് മാത്രമല്ല, അത് കഴിഞ്ഞ് വേറെ പരിപാടികളൊക്കെ ഉണ്ട്. ബട്ട് ആദ്യം നമുക്ക് കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങാൻ വേണ്ടി ഒരു മോളിലേക്ക് പോവാം. ഞാൻ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അടുത്ത് ഉള്ള ഒരു മോൾ എന്ന് പറഞ്ഞാൽ മീനാക്ഷി മോളാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഇറങ്ങിയത് കേട്ടോ. ഇതൊരു വീക്ക് ഡേ ആയിരുന്നു ഞാൻ പോയത്. അതുകൊണ്ട് ഒട്ടും ആൾക്കാരില്ലായിരുന്നു മോളിൽ. അതുകൊണ്ട് നല്ല സന്തോഷമായിട്ട് എനിക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റി. ഈ കാണുന്ന ഹാപ്പീസോ കൊറിയൻ ഫാഷൻ എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഹെയർ ബാൻഡൊക്കെ മേടിച്ചത് കേട്ടോ. ഇന്ന് നമുക്ക് പോകാനുള്ളത് ഈ കടയിലേക്കാണ്, സപ്ന ബുക്ക് സ്റ്റോർ. കയറി വരുമ്പോൾ തന്നെ ഫുള്ള് ചോക്ലേറ്റും ഡയറി മിൽക്കൊക്കെ വെച്ച് മനുഷ്യനെ കൊതിപ്പിക്കാനായിട്ട്. എനിക്ക് അത്ര വലിയ ഷോപ്പിംഗ് ഒന്നുമില്ല, ചെറിയ കുറച്ച് സാധനങ്ങളെ മേടിക്കാനുള്ളൂ. അപ്പോൾ അത് മേടിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് സ്ഥലമിടാം. ഇവിടെ കുറേ സ്റ്റഫ്ഡ് ടോയും കീ ചെയിനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു ഞാൻ. ഇത് നല്ല രസമില്ലേ, നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് റേറ്റ് നോക്കിയതാണ്. 295. എൻ്റെ അമ്മോ, ഇത്ര ചെറിയ സാധനത്തിന്. പക്ഷേ ഇതിന് നല്ല ക്വാളിറ്റി ആയിരുന്നു കേട്ടോ. ഒരു സിറാമിക് പോലത്തെ മെറ്റീരിയൽ വെച്ചുണ്ടാക്കിയത്, നല്ല വെയിറ്റും ഉണ്ടായിരുന്നു. പിന്നെ ഇത് നോക്കി, ഇവനെ കാണാൻ മറ്റേ ടേപ്പ് വെച്ചുണ്ടാക്കുന്ന സംഭവം പോലെയല്ലേ, ഒരു ടേപ്പില്ലേ, ബബിൾ ടേപ്പ് പോലെ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജ് മാഗ്നറ്റ് സെക്ഷനിലേക്ക് വന്നു. ഈ ഏരിയയിൽ നോക്കാതെ ഞാൻ തിരിച്ചു പോകാറേയില്ല ഈ കടയിൽ വന്നാൽ. ഇന്ന് പക്ഷേ എല്ലാം നല്ല ബോറായിട്ടുണ്ട്, എക്സെപ്റ്റ് ഇത് കാണാൻ മറ്റേ ചൈനീസ് ക്ലേയിലുണ്ടാക്കിയ പോട്ട്സൊക്കെ പോലെയുണ്ട്. നല്ല ഭംഗിയില്ലേ. ഇതിൽ ഫ്ലവേഴ്സൊക്കെ ഇട്ട് വെക്കാൻ തോന്നുന്നു. പിന്നെ കുറേ ക്യാറ്റ്സിൻ്റെ മാഗ്നറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ ബുക്സ്. ഇവിടെ മെയിനായിട്ട് ബുക്സൊക്കെയാണ് ഉള്ളത് കേട്ടോ. ബുക്ക്, സപ്റ്റ് ടോയൊക്കെയാണ് കൂടുതലും. പിന്നെ ഷോ പീസ് ഐറ്റംസ്, ഇതൊക്കെ നല്ല ക്യൂട്ടായിരുന്നു കാണാൻ. പിന്നെ ക്രിസ്മസ് ആയിട്ടില്ല, ക്രിസ്മസിൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല. പക്ഷേ ക്രിസ്മസ് ഡെക്കോറൊക്കെ ചെറുതായിട്ട് അവിടെ ഇവിടെ ഉണ്ടായിരുന്നു, സ്നോ ഗ്ലോബ്സൊക്കെ. ഈ സാധനം നിങ്ങൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കണ്ടിട്ടില്ലേ? മീഷോയിലും ഉണ്ടെന്ന് തോന്നുന്നു, ഈ മഷ്റൂം ലാമ്പ്. ഈ ബോട്ടിൽസ് കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ അതിനുള്ളിലുള്ള സാധനം കാണാൻ ഒരു ഭംഗിയില്ലായിരുന്നു. പിന്നെ ഈ പൗച്ച് ഞാൻ കണ്ടു, ഇതിൻ്റെ പാസ്റ്റൽ ഷെയ്ഡ് കണ്ടിട്ട് എടുത്തതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കാണാൻ, പക്ഷെ ഞാൻ വാങ്ങിയൊന്നുമില്ല കേട്ടോ. നോക്കിയിട്ട് തിരിച്ചു വെച്ചു. പിന്നെ നമ്മൾ വന്ന കാര്യം നോക്കാമല്ലോ. എൻ്റെ അക്രിലിക് പെയിൻറ്റ് വൈറ്റ് കളർ തീർന്നു പോയായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ 2 ബോട്ടിൽ മേടിച്ചു. എന്തോ 22 or 25 റുപ്പീസ് എന്തേ ഉള്ളൂ. പിന്നെ ഇത് കണ്ടോ, ഇതെന്താണെന്നറിയോ? ഇത് ഇറേസറാണ്. പിന്നെ കുറേ കീ ചെയിന്, ബാഗ് ചാംസ്. ഈ മെർമെയ്ഡും നല്ല ക്യൂട്ടായിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയുണ്ട്. ഞാൻ ചുമ്മാ ഇങ്ങനെ എല്ലാം എടുത്ത് നോക്കിയിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ ബ്ലാക്ക് പാവമുണ്ടോ, അതിൻ്റെ കണ്ണ് കാണാൻ നല്ല റിയലിസ്റ്റിക് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഞാൻ ഒരാളെ കണ്ടത്, ലബുബു. ഈ ലബുബു ആണല്ലോ ഇപ്പോൾ എല്ലായിടത്തും. ഇതതിൻ്റെ ഡ്യൂപ്പാണ് കേട്ടോ, ഒറിജിനലൊന്നുമല്ല. ഇത് ബാഗിലിടുന്ന ചാംസിൻ്റെ ഒറിജിനലിൻ്റെ ഡ്യൂപ്പ് ചെയ്തിരിക്കുക. എനിക്കിതിൻ്റെ ഹൈപ്പ് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ കുറച്ച് മേക്കപ്പ് ആൻഡ് വാനിറ്റി ബോക്സ്. ഇതിന് മാത്രം മേക്കപ്പൊക്കെ ആരുടെ ഉള്ളത്? എൻ്റെ അടുത്തില്ല കേട്ടോ. ഇതിനൊരു 2000 മേളിലാണ് വിലയൊക്കെ ഇട്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് കണ്ടു. അത് കഴിഞ്ഞ് ഇങ്ങനെ നല്ല ലാമ്പൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ, വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ ഒരു കോമഡി ഉണ്ടായി. ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു, മാം യു ആർ നോട്ട് അലൗഡ് ടു ടേക്ക് വീഡിയോ. അപ്പോൾ പിന്നെ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് അങ്ങനെ നേരെ മേളത്തെ നിലയിലേക്ക് വന്നു. അപ്പോഴാണ് ഞാൻ ബബിളി ബോബ കണ്ടത്. എന്നാൽ പിന്നെ ഒരു ബോബ കുടിച്ചിട്ട് പോയേക്കാം. അങ്ങനെ ഞാനൊരു സ്ട്രോബെറി ഫ്രാപ്പെ ബോബയും മേടിച്ച് ഇങ്ങനെ ഫുഡ് കോർട്ടിൻ്റെ അവിടെ എങ്ങാനും പോയി ഇരുന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. കുറേ നേരം എടുത്തു കേട്ടോ കടയിൽ നിന്ന് ഇറങ്ങാൻ. വീഡിയോയിൽ കണ്ടില്ലെങ്കിലും ഒരു 1.5 മണിക്കൂർ ഞാൻ അവിടെ ഇങ്ങനെ വട്ടം കറങ്ങുമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് കോർട്ടിൽ പോലും ഒരു മനുഷ്യനുമില്ല. ആഹാ, എന്തൊരു സമാധാനം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് മാളിൽ പോകാൻ നല്ല സ്വസ്ഥതയാണ് കേട്ടോ. എനിക്ക് ക്രൗഡ് ഇങ്ങനെ ഇഷ്ടമുള്ള ആളല്ല ഞാൻ. ഈ ബാംഗ്ലൂരിലെ തണുപ്പത്ത് ഇപ്പോൾ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഞാൻ എന്തിനാണ് ഈ ഐസ് ബോബയൊക്കെ കുടിക്കുന്നത്? ഇപ്പോൾ ഒരു പനി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. പക്ഷെ കണ്ടിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, അതാണ് വാങ്ങിയത്. ഭയങ്കര തണുപ്പായിരുന്നു ബോബയ്ക്ക്. ഈ കാണുന്ന സാധനം ഞാൻ ആ കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ.
ഇതൊന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നുള്ള വിഷമമുണ്ട്. അതുമല്ല അവിടെ വന്നിരുന്നപ്പോൾ എനിക്കിതൊന്ന് കാണണം തോന്നി. ഭയങ്കര ക്യൂട്ടാണ് കാണാൻ ഈ ബുക്ക്. എനിക്കത് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കാൻ തോന്നി. അതാ ഞാൻ അവിടെ ഇരുന്നിട്ട് പേഷ്യൻസ് ഇല്ലാതെ ബോബ കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എടുത്ത് നോക്കിയിട്ടിരിക്കുന്നത്. ഇതൊരു ഡയറിയാണ് കേട്ടോ. ഇതിൻ്റെ പാക്കറ്റ് പൊട്ടിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചു. പിന്നെ വിചാരിച്ചു ശരി വീഡിയോ എടുക്കണമല്ലോ, അപ്പോൾ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അത് അങ്ങനെ തിരിച്ചു വെച്ചു. പിന്നെ ബോബ കുടിച്ചതിന് ശേഷം വീട്ടിൽ പോകണമല്ലോ. വീട്ടിൽ പോകുന്നതിന് മുമ്പ് ചായക്ക് എന്തെങ്കിലും കഴിക്കുന്ന പോലെ വാങ്ങിയിട്ട് പോകുമെന്ന് വിചാരിച്ചു. ഫുഡ് കോർട്ടിൽ വാവ് മോമോൻ്റെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ 2 മോമോ മേടിച്ചു. 2 പാക്കറ്റ് മോമോ. കൊറിയൻ മോമോ. എവിടെ നോക്കിയാലും ഇപ്പോൾ കൊറിയനാണ്. മൊത്തത്തിലൊരു കൊറിയൻ മയം. ഞാനങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ സംഭവം കണ്ടത്. ഞാൻ വിചാരിച്ചു ഇതെന്താ സാധനം, ഇത് ആരും ഓർഡർ ചെയ്തതെന്ന്. സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് പ്ലാസ്റ്റിക്കാണ്, ചുമ്മാ മോഡൽ വെച്ചിരിക്കുകയാണ്. ഈ കടയിൽ നോക്ക് ഞാൻ മാത്രമേ ഉള്ളൂ സാധനം വാങ്ങാനെന്ന് തോന്നുന്നു, ഒരു മനുഷ്യനുമില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ മോമോസൊക്കെ മേടിച്ചിട്ട് ഞാൻ പെയ്യെ വീട്ടിലേക്ക് പോവാണ്. ഒരു വാവ മറ്റേ കീക്കി ഷൂ ഒക്കെ ഇട്ട് ഇവിടെ ഭയങ്കര കളിയാണ്. ഈ കടയിലാണ് ഞാൻ മുമ്പേ പോയത്. ഇവരെന്നെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. എന്നാൽ അറ്റ്ലീസ്റ്റ് പുറത്ത് ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന ടെഡി ബെയറെങ്കിലും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച്. നല്ല രസമില്ലേ കാണാൻ? നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ്. ടെഡിയുടെ ഫാബ്രിക്കൊക്കെ നോക്കിയാൽ സൂപ്പറായിട്ടില്ലേ? അപ്പോൾ ശരി, സന്ധ്യയായി, വീട്ടിൽ പോകാൻ സമയമായി. ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. എല്ലാവരും ജോലി കഴിഞ്ഞിട്ട് നേരെ മുകളിലേക്കാണ് വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഒത്തിരി ക്രൗഡ് കൂടുക, ട്രാഫിക്ക് കൂടും. അപ്പോൾ അതിന് മുമ്പേ നമുക്കിവിടുന്ന് സ്ഥലം വിടാം. പോരാത്തതിന് പുറത്ത് നല്ല കാറ്റും മഴയും വരുന്ന കോളുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീട്ടിൽ പോയി. ഊബർ ബുക്ക് ചെയ്ത് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഓട്ടോ വന്നത്. വീട്ടിൽ വന്നപ്പോൾ 7-7:30 ആയി. ഇതെന്താ ചെയ്യുന്നതെന്നറിയോ? ഇതെൻ്റെ ഫേവറേറ്റ് ഫോൺ കേസാണ്. അതിന് ചുമ്മാ ഇങ്ങനെ ഷോ കാണിക്കുന്നതാണ്. അപ്പോൾ ഇനി വാങ്ങിയ സാധനങ്ങളൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കണ്ടേ? അപ്പോൾ നാളെ കാണാം കേട്ടോ. ഇത് പിറ്റേ ദിവസം വൈകിട്ട് എടുക്കുന്ന വീഡിയോ കേട്ടോ. ഇനിയിപ്പോൾ ഇന്നലെ വാങ്ങിയ സാധനങ്ങളൊക്കെ ഇപ്പോഴാണ് എടുത്ത് നോക്കുന്നത്. സമയം കിട്ടിയില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, ക്ലേ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫൈന് ടിപ്പുള്ള മാർക്കറൊന്നും ഇല്ലായിരുന്നു എന്ന്. അപ്പോൾ അതൊക്കെ ഇന്ന് അവിടെ പോയി മേടിച്ചു. ഗ്രീനും റെഡും ബ്ലാക്കും കളറിൽ മേടിച്ചു, ഈ ഔട്ട്ലൈനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടേ. ഇവന് വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി മോളിൽ പോയത്. ഞാൻ കുഞ്ഞിൽ ജേർണലിങ് ചെയ്യുമായിരുന്നു. കുഞ്ഞിലെന്ന് വെച്ചാൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞത് ഇപ്പോഴാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജേർണലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് തപ്പി നടന്നതാണ് ഞാൻ. അങ്ങനെ ഇത് മേടിച്ചിട്ട് വന്നു. പിന്നെ ഇത് ഞാൻ ഓൾറെഡി കാണിച്ചല്ലോ. ക്ഷമയില്ലാഞ്ഞിട്ട് ഇത് നേരത്തെ കാണിച്ചു ഞാൻ. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു പാഴ്സൽ വന്നു. ഞാൻ സവാന എന്ന് പറഞ്ഞ ആപ്പിൽ 2 പ്രസ് ഓൺ നെയിൽസ് ഓർഡർ ചെയ്തായിരുന്നു. കാത്തിരുന്ന് മടുത്തിരുന്നതാണ്. ഇന്നത് വന്നു. ഈ എന്തെങ്കിലും ഫങ്ഷൻസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാവലിങ് ട്രിപ്പിനൊക്കെ പോകുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. ആദ്യമായിട്ടാണ് ഞാൻ പ്രസ് ഓൺ നെയിൽസ് മേടിക്കുന്നത്. അല്ലാത്തപ്പോഴൊക്കെ ഞാൻ വീട്ടിൽ തന്നെ നെയിൽസ് ചെയ്യുന്ന ആളാണ്. ഇതിൻ്റെ കൂടെ മറ്റേ ഗ്ലൂവും ഫയലും വന്നിട്ടുണ്ടായിരുന്നു. ഈ പിങ്ക് വേണമെങ്കിൽ നല്ല രസമല്ലേ? ഇതിൽ കളർ ക്യാമറയിൽ അങ്ങനെ കാണുന്നില്ല. ഇതൊരു ബേബി പിങ്കാണ്. ഇതിനകത്തുള്ള ബോയൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. അങ്ങനെ ഫൈനലി ഇതിൻ്റെ പാക്കറ്റ് പൊട്ടിക്കാൻ പോവാണ്. കാത്തിരുന്ന ആ നിമിഷം വന്നു. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ബുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കണ്ടപ്പോൾ ഞാൻ അതെടുത്ത് ബാസ്ക്കറ്റിലിട്ടു കടയിൽ വെച്ച്. വിലയാണെങ്കിൽ അതിൽ സൂപ്പറാണ്. വെറും 155 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ. എന്ത് ഫിനിഷല്ലേ, ക്യൂട്ടായിട്ടുണ്ട്. ഈ പപ്പിയുടെ ഈ ബെൽറ്റ് മാഗ്നറ്റാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനിതൊരു പ്ലെയിൻ നോട്ടാണെന്ന് വിചാരിച്ച കേട്ടോ. തുറന്നു നോക്കിയപ്പോൾ സൂപ്പറായിട്ടുണ്ട്. ഓരോ പേജും ഓരോ രീതിയിലാണുള്ളത്. റൂൾഡ്, അൺറൂൾഡ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേ ഡൂഡിൽസ് പോലെ കുറേ ക്യൂട്ട് പപ്പീസിൻ്റെ പിക്ചേഴ്സ്. കുറേ ടൈപ്പ് പേപ്പർ ഉണ്ടായിരുന്നു. ഡോട്ടഡ് പേപ്പർ ഉണ്ടായിരുന്നു, ചെക്ക് പേപ്പർ ഉണ്ടായിരുന്നു. കൊള്ളാം സംഭവം. 150 റുപ്പീസിന് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതും ഈ ബാംഗ്ലൂരിൽ 150 റുപ്പീസിന് ഇത് കിട്ടുന്നത് വലിയ സംഭവമാണ്.
ഇനി ഈ സ്കെച്ച് ബുക്ക് നോക്കാം. ഇത് ആക്ച്വലി നല്ലൊരു ഹാർഡ് ബൈൻഡ് പോലത്തെ ബുക്കാണ്. എനിക്ക് അങ്ങനത്തെ ബുക്കാണ് വേണ്ടിയത്. സാധാ ജേർണൽ ബുക്ക് ആക്ച്വലി ഞാൻ മേടിക്കാത്തതിൻ്റെ കാരണം നമ്മൾ ഈ സ്കെച്ച് പെൻസ്, മാർക്കേഴ്സ്, ചില സമയത്ത് പെയിൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്ന സമയത്ത് ഇത് ബ്ലീഡായി അപ്പുറത്തെ പേജിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് സ്കെച്ച് ബുക്ക് മേടിച്ചത്. ഡ്രോയിങ് ബുക്ക് ആകുമ്പോഴത്തേക്കും അതിന് കുറച്ച് നല്ല കട്ടി ഉണ്ടായിരിക്കുമല്ലോ. പിന്നെ ഇത് കാണാനും നല്ല ഭംഗിയുണ്ട്. ബ്രൗൺ കളർ ബോർഡാണുള്ളത്. ഇതേ പിന്നെ വന്നു ഈ ഫോൺ കേസ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ ഫോൺ കേസാണിത്. ഇത് ഞാൻ പീപ്പർലി എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്ന് മേടിച്ചതാണെന്നാണ് എൻ്റെ ഓർമ്മ. കുറച്ച് കാലമായി. ഇതും പിന്നെ ഒരു മൊബൈൽ ചാമും മേടിച്ചായിരുന്നു. ഇത് കുറച്ച് ബൾക്കിയാണ്, പിടിക്കാൻ കുറച്ച് അൺകംഫർട്ടബിളാണ്. ശീലമായ കുഴപ്പമില്ല. ഇതാണ് അതിൻ്റെ കൂടെ വന്ന് ചെയിന്. കേസിന് എന്തോ 600 700 എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ഇനി കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട്. ഇത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഒന്നുമില്ല, 2 റിബണും. റിബൺ എന്ന് വെച്ചാൽ ക്ലിപ്പ്, ഹെയർ ക്ലിപ്പാണ്, ബോ ക്ലിപ്പ്. 2 ക്ലിപ്പും പിന്നെ മറ്റേ വലിയ ക്ലോ ക്ലിപ്പില്ലേ, അതും മേടിച്ചായിരുന്നു. ഈ ബോയൊക്കെ ഞാൻ സാധാ യൂഷ്വലായിട്ട് ഉപയോഗിക്കാറില്ല. എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇടാമല്ലോ. നല്ല ഭംഗിയില്ലേ കാണാൻ? ഒന്ന് വൈറ്റും ഒന്ന് ബ്ലാക്കും, ഒരു പിങ്കും കൂടെ എടുക്കായിരുന്നു ഇല്ലേ? നോക്കട്ടെ. ജേണൽ ബുക്കൊക്കെ മേടിച്ചില്ലേ, നമുക്ക് ഒരു പേജ് ചെയ്താലോ? ഫസ്റ്റ് പേജ് ചെയ്താലോ? ഞാൻ പിൻട്രസ്റ്റിൽ ഇങ്ങനെ കുറേ അലഞ്ഞ് തിരിഞ്ഞ് ഒരു ഡിസൈനൊക്കെ കണ്ടുപിടിച്ച് കുറച്ച് പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്തു കേട്ടോ. ആദ്യമായിട്ട് ജേർണലിങ് ചെയ്യുന്നതല്ലേ, ഫുള്ള് പിങ്കാക്കി കളയാമെന്ന് വിചാരിച്ചു. ഒരു പിങ്ക് എസ്തെറ്റിക് അല്ലെങ്കിൽ ഒരു കൊക്കറ്റ് എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു പേജ് ചെയ്താലോ? അവിടുത്തെ മറ്റേ സ്വപ്ന എന്ന് പറഞ്ഞ കടയില്ലേ, ഞാൻ പോയ കട, അവിടുത്തെ ടെഡി ബെയറൊക്കെ കണ്ടിട്ട് ഇൻസ്പയർ ആയി എനിക്കൊരു ടെഡി ബെയറിനെ ഒട്ടിക്കണമെന്ന് തോന്നി എൻ്റെ ജേർണലിൽ. അങ്ങനെ ടെഡി ബെയറിനെ ഒക്കെ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. എനിക്കിഷ്ടമുള്ള കുറച്ച് ഒരു 6 to 7 ഇമേജസ് എടുത്തിട്ട് പിക്സാർട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു ആപ്പിൽ പോയി കൊളാജ് ആക്കിയിട്ട് അതിനെ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്താൽ മതി A4 സൈസ് ഷീറ്റിൽ. അപ്പോൾ ഓരോന്നും പല പല നമുക്കിഷ്ടമുള്ള സൈസിലുള്ളത് അങ്ങനെ എഡിറ്റ് ചെയ്ത A4 ഷീറ്റിലാക്കി എടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു ചെക്കർ പേജും ചെയ്തായിരുന്നു, ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു പഞ്ചിങ് മെഷീൻ. ഈ പഞ്ചിങ് മെഷീൻ എങ്ങനെ എൻ്റെ അടുത്ത് വന്നതെന്ന് എനിക്ക് ഒരു ഓർമ്മയുമില്ല. ഏതായാലും നന്നായി. സോ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് ഇതിൻ്റെ 4 വശത്തും പഞ്ചിങ് മെഷീൻ വെച്ച് ഞാൻ ഹോളിട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ജേർണലിങ്? ഫസ്റ്റ് തന്നെ ബാക്ക്ഗ്രൗണ്ട് ഒട്ടിച്ചു കൊടുത്തു. ആക്ച്വലി ഞാൻ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പേ സ്റ്റിക്കേഴ്സ് പോലെ കട്ട് ചെയ്തില്ലേ, അതൊക്കെ ഒന്ന് വെച്ച് പൊസിഷനൊക്കെ ഒന്ന് നോക്കിയായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ പിന്നെ ഇളക്കിയെടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. ഈ ബോ നല്ല ഭംഗിയില്ലേ കാണാൻ? ആക്ച്വലി ഞാൻ എടുത്തിട്ടുള്ള സ്റ്റിക്കേഴ്സ്, ഇമേജസ് ഒക്കെ ഒരു ഗേളിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അതായത് എൻ്റെ ജേർണൽ, ഞാൻ ഗേളാണല്ലോ, അപ്പോൾ എനിക്കിഷ്ടമുള്ള കുറേ സംഭവങ്ങളൊക്കെയാണ്. ലോലിപോപ്പ്, പിന്നെ പിങ്ക് ആൻഡ് ഹാർട്ടുള്ള പില്ലോസ്, സാറ്റിൻ പില്ലോസ്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ ജേർണലിൽ വെക്കേണ്ടത്. ഇറ്റ്സ് ലൈക്ക് എ പേഴ്സണലൈസ്ഡ് ജേർണൽ, റൈറ്റ്? അപ്പോൾ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ വേണം നമ്മളതിൽ വെക്കാൻ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഗേളി പിങ്കിഷ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ ഒട്ടിക്കുന്നത്. പിന്നെ ഒരു പിങ്ക് കളർ ലിപ്സ്റ്റിക്ക്, ഐ തിങ്ക് ഇറ്റ്സ് എ ലിപ് ടിൻറ്റ്, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്, അതൊട്ടിച്ചു കൊടുത്തു. ഇനി കുറച്ച് ബുക്സാണ്. ഒരു കൊക്കറ്റ് ഫ്ലോറൽ പ്രിൻ്റ് ഉള്ള കവറുള്ള ബുക്സിൻ്റെ ഒരു ഫോട്ടോ കിട്ടിയായിരുന്നു, അതും ഒട്ടിച്ചു കൊടുത്തു. ഇതൊക്കെ ഞാൻ ലെയറിങ് ആണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഈ ഗേളില്ലേ, ബൊക്കെ വെച്ചിട്ടുള്ള ഗേൾ, ഫ്രോക്ക് ഇട്ടിട്ടുള്ള, ആക്ച്വലി പുള്ളിക്കാരിയുടെ ലെഗ് ഞാൻ കട്ട് ചെയ്യേണ്ടി വന്നു, കാരണം നീളം കൂടിപ്പോയി. പക്ഷേ നമുക്ക് വഴിയുണ്ട്. ആ ലെഗ് എടുത്ത് ഞാൻ മേളിൽ ഇനിയൊരു സ്ഥലത്ത് ഒട്ടിച്ചു. സൂപ്പറായിട്ടില്ലേ? അപ്പോൾ നമ്മുടെ ഒട്ടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ സ്വന്തം കലാപരിപാടികളാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് പ്രത്യേകിച്ച് റൂൾസും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പേഴ്സണലൈസ്ഡ് ഡയറി ഓർ ജേർണലാണല്ലോ, അപ്പോൾ നമുക്കിതിൽ എന്തും എഴുതാം, എന്തും വരയ്ക്കാം. അപ്പോൾ ഞാൻ എനിക്ക് തോന്നിയ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഞാനിപ്പോൾ സംസാരിക്കാനൊന്നുമില്ല, കുറച്ച് കോട്ട്സൊക്കെ ആഡ് ചെയ്തു. പിന്നെ കുറച്ച് റെഡ് ആൻഡ് ബ്ലാക്ക് പെന്ന് വെച്ച് ഡോട്ടിങ് ചെയ്തു, ഒരു ബോർഡർ പോലെ വരാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് കോട്ട്സ് നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ എഴുതാം. ഞാൻ ഐ ലവ് ടെഡി ബെയർ, കൊക്കറ്റ് ടെഡി അങ്ങനെയൊക്കെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കിനിയിപ്പം കുറച്ച് ലെങ്തി ആയിട്ടുള്ള കോട്ട്സൊക്കെ വേണം, നിങ്ങൾക്ക് തനിച്ച് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റിൽ നോക്കിയിട്ട് എഴുതാം. പിന്നീട് നിങ്ങൾക്ക് വായിച്ച് നോക്കുമ്പം നല്ല നല്ല കോട്ട്സ് ആയിരിക്കുമല്ലോ. പിന്നെ ബ്ലാക്ക് മാർക്കർ വെച്ച് കുഞ്ഞു കുഞ്ഞു ബോസൊക്കെ ഇട്ട് കൊടുത്തു. എനിക്കിത് ചെയ്തപ്പോൾ എന്താ ഓർമ്മ വന്നതെന്നറിയാവോ? ഈ സ്ലാം ബുക്കില്ലേ, സ്കൂളിൽ സ്ലാം ബുക്ക് ചെയ്യുന്നൊരു ഓർമ്മ എനിക്ക് തോന്നുന്നു, നൊസ്റ്റാൾജിയ. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ജേർണലിൻ്റെ ഫസ്റ്റ് പേജ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ജേർണൽ പേജ് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. അടുത്ത ജേർണൽ പേജിനുള്ള ഐഡിയാസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് കമൻറ്റ് യുവർ സജഷൻസ് ബിലോ. അപ്പോൾ ഇനി കാണുന്നവരെ ബൈ.